രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ കേന്ദ്രം ഉടൻ മതിൽ കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതോടെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് വിസയില്ലാതെ 16 കിലോമീറ്റർ പരസ്പരം അതിർത്തിയിലേക്ക് കടക്കാൻ അനുവദിക്കുന്ന ഫ്രീ മൂവ്മെന്റ് റെജിം ഉടൻ അവസാനിക്കും. ഗുവാഹത്തിയിൽ അസം പോലീസ് കമാൻഡോകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ അതിർത്തി ഉടൻ തന്നെ ബംഗ്ലാദേശുമായുള്ള അതിർത്തി പോലെ സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ ഫ്രീ മൂവ്മെന്റ് റെജിം കരാറും സർക്കാർ പുനഃപരിശോധിക്കുന്നുണ്ടെന്നും ഇന്ത്യയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം ഉടൻ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന 1643 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയാണ് ഇന്ത്യ മ്യാൻമാറുമായി പങ്കിടുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം നിലവിൽ FMR നിലവിലുണ്ട്. മ്യാൻമാറുമായുള്ള സുരക്ഷാ ആശങ്കകൾ ഇന്ത്യ ഉന്നയിച്ച് ഒരു മാസത്തിന് ശേഷമാണ് അമിത്ഷായുടെ പരാമർശം. കോൺഗ്രസ് ഭരണകാലത്ത് സർക്കാർ ജോലി ലഭിക്കാൻ ആളുകൾക്ക് കൈക്കൂലി നൽകേണ്ടിവന്നെന്നും BJP ഭരണത്തിന് കീഴിൽ ജോലിക്ക് ഒരു പൈസ പോലും നൽകേണ്ടതില്ലെന്നും പ്രസംഗത്തിൽ കോൺഗ്രസ് ഭരണത്തെ കടന്നാക്രമിച്ചുകൊണ്ട് അമിത്ഷാ പറയുകയും ചെയ്തു. രാജ്യം ഒരു മഹാശക്തിയായി മാറുന്ന സമയത്താണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതെന്നും അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തെക്കുറിച്ച് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. അതേസമയം വംശീയ കലാപം ആളിക്കത്തുന്ന മണിപ്പൂരിൽ ആശങ്ക വർദ്ധിപ്പിച്ച് അനധികൃത കുടിയേറ്റവും നടന്നിരുന്നു. അയൽരാജ്യമായ മ്യാൻമാറിൽ നിന്ന് 2 ദിവസത്തിനുള്ളിൽ 718 പേർ അഭയാർത്ഥികളായി മണിപ്പൂരിലെത്തിയെന്നാണ് കണക്കുകൾ. അതിർത്തി രക്ഷാസേനയായ അസം റൈഫിൾസ് ആണ് കുടിയേറ്റം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. സംഭവത്തിൽ അസം റൈഫിൾസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ. വ്യക്തമായ യാത്രാരേഖയുടെ അഭാവത്തിൽ ജൂലൈ 22-നും 23-നും ഇടയിൽ ഇത്രയും പേർ എങ്ങനെ ഇന്ത്യയിലെത്തിയെന്നാണ് മണിപ്പൂർ സർക്കാരിന്റെ ചോദ്യം. സംസ്ഥാനത്ത് അനധികൃതമായി പ്രവേശിച്ച മ്യാൻമാർ പൗരന്മാർ ഉടൻ തിരിച്ചയക്കണമെന്നും അസം റൈഫിൾസിനോട് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ജൂലൈ 22-നും 23-നും ഇടയിൽ 301 കുട്ടികൾ ഉൾപ്പെടെ 718 പേർ ഇന്ത്യയിലേക്ക് എത്തിയെന്നാണ് അസം റൈഫിൾസിന്റെ കണക്കുകൾ. മ്യാൻമാറിൽ സൈന്യവും വിമതസേനയായ പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഫലമാണ് ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. സംഘർഷത്തിനിടെ 48 മണിക്കൂറിനിടെ വെടിനിർത്തൽ പ്രഖ്യാപനമാണ് 2 ദിവസത്തെ കുടിയേറ്റത്തിന് വഴിവെച്ചത്. 2021 ഫെബ്രുവരിയിൽ മ്യാൻമാറിൽ നടന്ന സൈനിക അട്ടിമറിക്ക് ശേഷം മിസോറാം, മണിപ്പൂർ സംസ്ഥാനങ്ങളിലായി 40,000 അഭയാർത്ഥികൾ എത്തിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. കമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ തുടർന്നാണ് ജൂലൈ 22-23 718 പുതിയ അഭയാർത്ഥികൾ ഇന്ത്യ മ്യാൻമാർ അതിർത്തി കടന്ന് ചന്ദേൽ ജില്ല വഴി മണിപ്പൂരിലേക്ക് പ്രവേശിച്ചെന്ന് 28 സെക്ടർ അസം റൈഫിൾസ് റിപ്പോർട്ട് ചെയ്തതെന്നാണ് മണിപ്പൂർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചത്. വിസയോ മറ്റു രേഖകളോ ഇല്ലാതെ അതിർത്തി കടക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് മണിപ്പൂർ സർക്കാരിന്റെ നിർദ്ദേശം. കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി തുടരുന്ന മണിപ്പൂർ കലാപത്തിൽ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ മ്യാൻമാർ പൗരന്മാർ കൂടി സംസ്ഥാനത്ത് എത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് മണിപ്പൂർ സർക്കാരിന്റെ നിലപാട്. ആയുധങ്ങളുമായിട്ടാണോ മ്യാൻമാർ പൗരന്മാർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതെന്ന സംശയവും സർക്കാർ പ്രകടിപ്പിക്കുന്നു. 718 അഭയാർത്ഥികൾ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. കാരണം വംശീയ കലാപം തുടരുന്ന മണിപ്പൂരിലേക്കുള്ള ഇവരുടെ പ്രവേശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കിയേക്കുമെന്നും സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു. വിഷയത്തെ ഗൗരവമായി കണ്ട് അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനം. ചന്ദേൽ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്കും പോലീസ് സൂപ്രണ്ടന്റുമാണ് കേസിന്റെ ചുമതല നൽകിയിരുന്നത്. മെയ് 3-ന് ആരംഭിച്ച വംശീയ കലാപത്തിൽ 150-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും 1000-ലധികം പേർ പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. 2 മാസത്തിലേറെ മണിപ്പൂരിൽ ഇന്റർനെറ്റും വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.